ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം അജൽ മാഷാണ്. കഴിഞ്ഞ ദിവസം നീറ്റ് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള മോളി എന്ന് പറയുന്ന ഞങ്ങളുടെ സ്വന്തം മോളിക്കുട്ടിയുടെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു. മോളിക്കുട്ടിയുടെ പ്രശ്നം റിപ്പീറ്റ് ചെയ്തിട്ടും മോളിക്ക് ഈ പറയുന്ന പോലെ നീറ്റിലെ ഈവൻ 600 മാർക്കിനെക്കാട്ടും കൂടുതൽ കിട്ടി. 603 മാർക്കുണ്ട്. പക്ഷെ ഗവൺമെൻറ് സീറ്റിൽ ഈ പ്രാവശ്യം 603 മാർക്ക് വെച്ച് സീറ്റ് കിട്ടില്ല. ഇത് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം മാനസികമായിട്ടുള്ള ഒരു പ്രയാസം ഉണ്ടാക്കുകയാണ്. നീറ്റ് അത്രയധികം കഷ്ടപ്പെട്ടു, കുത്തിയിരുന്ന് പറഞ്ഞ എല്ലാ രീതിയിലും കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു വർക്ക്, ഹാർഡ് വർക്ക് അഥവാ സ്മാർട്ട് വർക്ക് എല്ലാം ചെയ്തു. ബട്ട് ദ എൻഡ് റിസൾട്ട് അല്ലേ, 635 640 മാർക്ക് വേണം ഈ പ്രാവശ്യം നമുക്ക് നീറ്റ് എന്ന് പറയുന്നത് കിട്ടാനായിട്ട്. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം മോളിക്കുട്ടിയുടെ അമ്മ പറഞ്ഞൊരു കാര്യമാണ്, സാറേ ഞങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടത്? കുട്ടി ചെറുപ്പം തൊട്ടേ കുട്ടിയുടെ മനസ്സിൽ, ബോധ മനസ്സിൽ കുട്ടിക്ക് ഡോക്ടർ ആവണം. ആ കുട്ടിയുടെ അമ്മ പറഞ്ഞ ആ ഒരു വേർഡിങ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഡോക്ടർ കുട്ടി എന്നാണ് അവളെ വിളിക്കുക എല്ലാവരും. ആ ഒരു മൈൻഡ് സെറ്റ്, ഫ്രെയിം ഓഫ് മൈൻഡുള്ള ഒരു കുട്ടിയാണ്. +2 കഴിഞ്ഞു, 1 കൊല്ലം റിപ്പീറ്റ് ചെയ്തു. ഇനിയും എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമുക്കൊരു വസ്തുവിനെ കുറിച്ച് അതിയായ ആഗ്രഹമുണ്ട് എന്ന് വിചാരിക്കുക. നീറ്റ് റിപ്പീറ്റ് ചെയ്യുന്നു, എനിക്ക് ഡോക്ടർ ആവാനായിട്ട് ഗവൺമെൻറ് സീറ്റിൽ ഈ പ്രാവശ്യം കിട്ടാനുള്ള സാധ്യത മങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വിചാരിക്കുക. എൻ്റെ ഒരു സജഷൻ നിങ്ങളോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ സമയം ഒട്ടും കളയാതെ ഒരു പ്രാവശ്യം കൂടിയും നിങ്ങൾ ഈ പറയുന്ന നീറ്റ് പരീക്ഷ അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. നമ്മൾ റിപ്പീറ്റ് എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. ഇവിടെയുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണ്? നിങ്ങൾ 25 ലക്ഷം പിള്ളേരിൽ ഓൾറെഡി +2 പഠിച്ച് പരീക്ഷ എഴുതുന്ന ഏകദേശം 16 ലക്ഷം വിദ്യാർത്ഥികളെ ഇപ്പൊ തന്നെ നിങ്ങൾ പിന്തള്ളിക്കഴിഞ്ഞു. ഏകദേശം ഇനി നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്നത് വെറും 10 ലക്ഷത്തിൽ താഴെയുള്ള വിദ്യാർത്ഥികളായിട്ടാണ്. അവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ സ്ട്രാറ്റജിയിൽ കുറച്ചും കൂടിയും കുറെ കാര്യങ്ങൾ ഉൾക്കൊള്ളാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലേ. എന്തായിരിക്കും? നമ്പർ 1, ഒരു പക്ഷേ ഫിസിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിലത്തെ കുറച്ച് ന്യൂമറിക്കൽസ് ആയിരിക്കാം നിങ്ങളുടെ ഗ്രേ ഏരിയ. അപ്പൊ അത്തരത്തിലുള്ള ഗ്രേ ഏരിയാസ് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള ഒരു അവസരം, വീണ് കിട്ടിയ ഒരു അവസരമായിട്ട് അത് യൂട്ടിലൈസ് ചെയ്യുക. അല്ല, കെമിസ്ട്രിയിൽ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞിട്ട് ബെൻസീൻ റിംഗ് കാണുമ്പോൾ നമ്മൾ ബാക്ക് ഔട്ട് ചെയ്യുന്നു. പലതരത്തിലുള്ള കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ട് ഇല്ലേ, നെയിംഡ് റിയാക്ഷൻസ് ഉണ്ട്. വുഡ്സ് റിയാക്ഷൻ, വുഡ്സ് വിറ്റിക് റിയാക്ഷൻ, അതുപോലെ ആൾഡോൾ കണ്ടൻസേഷൻ, പലതരത്തിലുള്ള നെയിംസ് ആണ്. അപ്പം ഇതെല്ലാം തന്നെ ഒരു പക്ഷം നിങ്ങളെ അലട്ടുന്ന ഒരു വിഷയമായിരിക്കാം. അതുപോലെ ബയോളജി സാധാരണ എല്ലാവർക്കും എളുപ്പമായിരിക്കും അല്ലേ. അപ്പം ടഫായിട്ടുള്ള ഏത് ഏരിയ ആണോ, നിങ്ങളുടെ മാർക്ക് എവിടെയാണോ കുറഞ്ഞത്, നിങ്ങൾക്ക് പഠിക്കാൻ നിങ്ങൾ വിട്ട് കളഞ്ഞിട്ടുള്ള വിഷയങ്ങൾ, ടോപ്പിക്സ് ഉണ്ടാവും. ചിലപ്പോൾ കെമിസ്ട്രിയിൽ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല, ലിഗാൻഡുകളെ കുറിച്ചിട്ടുള്ള സ്റ്റഡീസ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഗ്രേ ഏരിയാസ് ഏതൊക്കെയാണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുകയും അത് ബന്ധപ്പെട്ടുള്ള പഠനം ഇനി നിങ്ങൾക്ക് 365 ദിവസമുണ്ട് അല്ലേ. അപ്പോൾ ഒന്ന് പോളിഷ് ചെയ്തെടുത്താൽ, റിപ്പീറ്റ് ചെയ്താലും നിങ്ങളുടെ ആ ലക്ഷ്യസ്ഥാനത്തേക്ക് നിങ്ങൾ എത്തിച്ചേരും എന്ന് നിങ്ങളെ തന്നെ നിങ്ങൾ വിശ്വസിക്കാം. വൺസ് യു ആർ ഡൺ ദാറ്റ്, ദെൻ ലോകം നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാവും. നിങ്ങൾക്ക് പ്രകൃതി കനിഞ്ഞ് ഈ പറയുന്ന MBBSന്റെ ഗവൺമെൻറ് സീറ്റ് ലഭ്യമാകും, ഉറപ്പാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് റിപ്പീറ്റ് ചെയ്യണം എന്നുള്ള ഒരു മൈൻഡിലേക്ക് കടക്കുകയും
ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്നെ വിളിക്കാം. കൗൺസിലിങ്ങിന്റെ സൗകര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ്. ഓക്കെ ദെൻ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.